അടുത്തതാണ് നമ്മുടെ സൈഡ് മെനു റിപ്പോർട്ട്സിലാണ് നമ്മുടെ സെൻറ്ററിൻ്റെ എല്ലാ റിപ്പോർട്ട്സും വരുന്നത്. വർക്ക് കംപ്ലീറ്റ് ആയത്, ടോട്ടൽ ക്രെഡിറ്റ്, ടോട്ടൽ ഡെബിറ്റ്, നെറ്റ് ക്യാഷ്, AC ട്രാൻസാക്ഷൻ, വിസിറ്റേഴ്സ് ബുക്ക്, റിസീപ്റ്റ്, വ്യൂ റിമാർക്സ്, ഇത്രയും റിപ്പോർട്ട്സ് നമുക്ക് യൂസേഴ്സിന് കാണാൻ പറ്റും. അതിൽ വർക്ക് കംപ്ലീറ്റ് നമ്മൾ ചൂസ് ചെയ്തെങ്കിൽ അവിടെ നമുക്ക് ഓരോ സർവീസ് കാറ്റഗറി ബേസ്ഡായിട്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റിൻ്റെ ഫുൾ ടോട്ടൽ കിട്ടും. സർവീസ് എമൗണ്ടും ട്രാൻസാക്ഷൻ എമൗണ്ടും ദെൻ ഗ്രാൻഡ് ടോട്ടൽ. അവിടെ നിന്ന് നമ്മൾ വ്യൂ ചൂസ് ചെയ്യുവാണെങ്കിൽ അഗൈൻ നമുക്ക് ഏതൊക്കെ സർവീസിനാണ് ഇത്രയും പ്രൈസ് കിട്ടിയതെന്ന് നമുക്കറിയാൻ പറ്റും. ഷോ സർവീസ് ലിസ്റ്റ് ചൂസ് ചെയ്താലാണ് ഓരോന്നിൻ്റെയും കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ടോട്ടൽ സമ്മറൈസ്ഡ് ഫോമാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നത്തെ കറണ്ട് ഡേറ്റിലെ ഫുള്ള് സർവീസ് എമൗണ്ടും ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ സമ്മാണ് നമുക്ക് കിട്ടിയത്. ദെൻ നമ്മൾ കാറ്റഗറി ചൂസ് ചെയ്തപ്പം ആ പർട്ടിക്കുലർ കാറ്റഗറിയിലെ പർട്ടിക്കുലർ ഐറ്റത്തിലെ സർവീസ് എമൗണ്ടും ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ ടോട്ടലാണ് നമുക്ക് കിട്ടിയത്. ദെൻ നമ്മൾ ടോട്ടൽ ക്രെഡിറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ ടോട്ടൽ ക്രെഡിറ്റ്സ് ആയ എമൗണ്ട്സിൻ്റെ ഫുൾ ലിസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ആവും. ദെൻ അതിൽ വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെയും എത്രയാണ് ഇൻവോയ്സ് എമൗണ്ട്, എത്രയാണ് ട്രാൻസാക്ഷൻ എമൗണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് അടക്കം കിട്ടും. ഓക്കെ, ഇവിടെ വത്സമ്മയുടെ വരുമ്പോൾ അവിടെ വില്ലേജ് പ്രിൻറ്റിങ്ങിൽ പൈസ എമൗണ്ട് കാര്യങ്ങളെല്ലാം കിട്ടും. ദെൻ ടോട്ടൽ ഡെബിറ്റ്സിൽ നമ്മുടെ സെൻറ്ററിലെ ഡെബിറ്റ് ഡീറ്റെയിൽസ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഏത് യൂസർ ചെയ്തു, എപ്പോൾ ചെയ്തു, അതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു, അങ്ങനെയുള്ള എല്ലാ ലിസ്റ്റും. ദെൻ നെറ്റ് ക്യാഷ് എടുക്കുമ്പോൾ അതിൽ ക്രെഡിറ്റും ഡെബിറ്റും ഡീറ്റെയിൽസ് കിട്ടും. അതിൽ ടോട്ടൽ കളക്ഷൻ, ടോട്ടൽ പേയ്മെൻറ്റ്സ്, ദെൻ അതിൻ്റെ ബാലൻസ്, അങ്ങനെ ഉള്ള റിപ്പോർട്ടാണ് കിട്ടുക. ഇവിടെ ക്രെഡിറ്റ്, ഡെബിറ്റ്, അഡ്വാൻസ് ക്യാഷ്, പെൻഡിങ് ക്യാഷ് കളക്റ്റഡ്, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ AC ട്രാൻസാക്ഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ അക്കൗണ്ട്സിലെ പേയ്മെൻറ്റ്സും ക്യാഷ് കളക്ഷനുമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ നമ്മൾ അവിടുന്ന് പ്രിൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് പ്രിൻറ്റഡ് ഫോമാറ്റ്സ് എടുക്കാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് യൂസറിന് വേണേൽ അഡ്മിന് ഓരോ ട്രാൻസാക്ഷൻ്റെ പ്രിൻറ്റ് കൊണ്ടു കൊടുക്കാനും സബ്മിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ദെൻ നമ്മൾ വിസിറ്റേഴ്സ് ബുക്ക് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ സർവീസ് സെൻറ്ററിൽ വന്ന എല്ലാ വിസിറ്റേഴ്സിൻ്റെ ലിസ്റ്റ് വരും. അവിടുന്ന് നമ്മൾ വ്യൂ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ എക്സ്പ്ലനേഷനും കിട്ടുന്നതായിരിക്കും. വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമറുടെ സർവീസ് എന്തായിരുന്നു, അതിൻ്റെ ടോക്കൺ കംപ്ലീറ്റ് ആയില്ലോ, അങ്ങനത്തെ എല്ലാം വരും. ദെൻ നമ്മൾ റിസീപ്റ്റ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ റിസീപ്റ്റ്സിൽ 2 ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ കസ്റ്റമർ ID എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ കസ്റ്റമറിനെ സെർച്ച് ചെയ്തു, കസ്റ്റമർ ID സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ആ കസ്റ്റമറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വന്നു. അവിടെ നമുക്ക് പ്രിൻറ്റ് ഇൻവോയ്സ് ചെയ്യാൻ പറ്റും, പ്രിൻറ്റ് റിസിപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ പ്രിൻറ്റ് റിസിപ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ റിസിപ്റ്റ് പ്രിൻ്റായി വന്നു. ദെൻ അടുത്തത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പോയി. കസ്റ്റമർ ID മാറ്റിയിട്ട് ഇതിലേതെങ്കിലും ഒരു വാല്യൂ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്തപ്പോൾ ആ കസ്റ്റമറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ആയി വന്നു. അവിടെ നമുക്ക് പ്രിൻറ്റ് ഇൻവോയ്സും പ്രിൻറ്റ് റിസിപ്റ്റും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ നമ്മൾ വ്യൂ റിമാർക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ എന്തെങ്കിലും റിമാർക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിമാർക്സ് ഇവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. നമ്മൾ ചെയ്യുന്ന സർവീസിന് മാർക്ക് ചെയ്ത റിമാർക്സ് ഉള്ള സർവീസ് ഐറ്റം മാത്രമായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ടാവുക.